ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമുക്കൊരു പുതിയ വീട് പരിചയപ്പെട്ടാലോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഈ വീട്ടിൻ്റെ അടുത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ റോഡുണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കടകളുണ്ട്. നല്ല രീതിയിലുള്ള നല്ല ഏരിയയിലാണ് കേട്ടോ നമ്മളെ വീടിരിക്കുന്നത്. എന്തുകൊണ്ടും അടിപൊളിയാണ്, നല്ല കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ് ഈ കാണുന്ന വീട്. അവനും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു കൂട്ടുണ്ടല്ലോ. അവന് ഒരു ബസ്സുണ്ട് കേട്ടോ. ഈ കാണുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അവനുള്ളത്. അപ്പോൾ നമുക്കും ഒരു ബസ് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ ബസ്സാണ് കേട്ടോ ഇത്. എന്തുകൊണ്ട് സൂപ്പർ ബസ്സാണ്. പുള്ളിക്കാരൻ സ്റ്റിക്കർ വർക്കൊന്നും ചെയ്തിട്ടില്ല, ഇപ്പോൾ ഇറക്കിയ ബസ്സാണ് കേട്ടോ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അവനും സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് ബസ് ഇറക്കും. ഇതാണ് അവൻ്റെ വീട്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് എൻ്റെ വീട് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും, ഇതൊരു ഗെയിമല്ലേ, പിന്നെ എന്താ ഇങ്ങനെയെന്ന്. ഗെയിം ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ വീട് പോലെയും നമ്മുടെ വാഹനങ്ങൾ പോലെയും നമ്മുടേതായ സ്ഥലങ്ങൾ പോലെയും ചിത്രീകരിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് കേട്ടോ ഈ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിം. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ല ഒരു ഗെയിമാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗെയിമിനെയാണ് നമ്മൾ നമ്മുടെ വീടായിട്ടും നമ്മുടെ ഓരോ സ്ഥലത്തുള്ള കാഴ്ചകൾ പോലെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ വേറെ ഒരു പരിപാടിക്ക് പോകുന്നില്ല കേട്ടോ. നമ്മളെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു ടൂറിസ്റ്റ് ബസ്സുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതിലൊന്ന് ഡ്രൈവ് ചെയ്താലോ. ഡ്രൈവ് ചെയ്യാൻ എനിക്കറിയത്തില്ല, എന്തായാലും അവൻ്റെ കൂടെ ഒന്ന് കുറച്ച് സ്ഥലങ്ങളൊന്ന് കറങ്ങാൻ കേട്ടോ. കാരണം നമുക്കൊരു ടൂറിസ്റ്റ് ബസ് വാങ്ങിക്കണം, അതുകൊണ്ടുള്ള പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അവനോടൊന്ന് വിളിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് അവനെ വിളിക്കുകയാണ്. അവൻ ഇറങ്ങി വരുമോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് അവനെ വിളിക്കാമേ. അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ വിളിക്ക് ശേഷം പുള്ളിക്കാരൻ ഇറങ്ങി വന്ന കേട്ടോ. നമ്മൾ ഇട്ടിരിക്കുന്ന അതേ കോസ്റ്റ്യൂം അവനും ഇട്ടിരിക്കുന്നത്, ബസ്സിൻ്റെ അതേ കളർ, അവനും ഇട്ടിരിക്കുന്ന ഡ്രസ്സും അതേ കളർ. എന്തായാലും കൊള്ളാമല്ലേ. എന്തായാലും ഒരുമിച്ച് മേച്ചായിട്ടല്ലേ ഇരിക്കുക. നമുക്ക് എന്തായാലും ഇന്നൊരു കറക്കം കറങ്ങിയിട്ട് തന്നെ കാര്യം കേട്ടോ. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് ബസ് എടുക്കുന്ന ആഗ്രഹവും പറഞ്ഞിട്ട് ഞാൻ അവൻ കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എടാ ഒരു ട്രിപ്പ് പോയാലോ എന്ന് കേട്ടു. പറഞ്ഞില്ല, അതിനു മുമ്പേ അവന് സന്തോഷമായി. അവൻ ഡാൻസ് തുടങ്ങി. എന്തുകൊണ്ടും അടിപൊളി. പിന്നെ ഒന്നും നോക്കിയില്ല, അവനും പറഞ്ഞു പിന്നെ എന്താടാ നമുക്ക് ട്രിപ്പ് പോയേക്കാന്നും പറഞ്ഞ്. വലിയ ട്രിപ്പല്ല, ചെറിയൊരു ട്രിപ്പ്. അവൻ നേരെ ഓടിപ്പോവാണ് കേട്ടോ. പിന്നെ നമുക്ക് അവൻ്റെ ബാക്കിൽ നിന്ന് പോവാം. എന്തുകൊണ്ടും സെറ്റ് ബസ്സാണ് കേട്ടോ. അവൻ ഗ്രാഫിക്സ് ഒക്കെ അടിച്ച് വരുമ്പോൾ എന്തുകൊണ്ടും പൊളിയായിരിക്കും. അങ്ങനെ അവൻ ബസ്സിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി അവൻ കയറിയതിന് ശേഷം വേണം നമുക്ക് അപ്പുറ സൈഡിൽ കിടുമെന്ന് നമുക്ക് കയറാൻ വേണ്ടി. അങ്ങനെ അവൻ കയറി. ഇനി നമുക്ക് ബസ്സിൽ കയറിയതിന് ശേഷമുള്ള കാഴ്ചകൾ കാണാം. നമുക്കും ബസ് ഓടിക്കാൻ അറിയത്തില്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ അവൻ്റെ അടുത്ത് വന്ന് ഡ്രൈവർ സീറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാം, അതുപോലെ തന്നെ നമുക്ക് അവൻ ഡ്രൈവ് ചെയ്യുന്നതും കാണാം, ഫ്രണ്ടിലിരുന്ന് കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ട്രിപ്പിന് പോകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടെല്ലാം കൂടെ വേണം. അടിപൊളി. കറക്റ്റ് സമയമായപ്പോൾ തന്നെ മഴയും തുടങ്ങി. എന്തുകൊണ്ടും ബസ്സിൻ്റെ അകത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. മഴയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ രണ്ട് സൈഡ് നോക്കിയപ്പോൾ ഫുൾ ഓക്കെയാണ്. പക്ഷേ ബസ് ഒതുക്കിയിട്ടിരിക്കുന്നതിന് തൊട്ടപ്പുറ സൈഡ് ഒരു ആറാണ് കേട്ടോ. നമ്മളങ്ങനെ ബസ് എടുത്ത് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ കുറേ നേരത്തെ ഒരു ക്യൂ കിടക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. എങ്ങനെയെങ്കിലും നോക്കിയാലും ആക്സിഡൻ്റ് ആയിരിക്കും. കാരണം വണ്ടി ഇടിക്കാതെ ഒരു പക്ഷേ ഇത്രയ്ക്ക് ട്രാഫിക്ക് വരേണ്ട സാധ്യതയില്ല. അതോ ഇനി വല്ല മരം ഒടിഞ്ഞ് വീണോന്നോ എന്ത് കാര്യമാണെന്നോ അറിയത്തില്ല. നമുക്ക് എന്തായാലും പയ്യെ പോയി നോക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ സൈഡുകളിലെല്ലാം നല്ല രീതിയിലുള്ള വലിയ വീടുകളുണ്ട്, കടകളുണ്ട്, വാഹനങ്ങളുണ്ട്. എന്തുകൊണ്ടും അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മളെ വീടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരു ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നത്. അങ്ങോട്ട് പോയ വണ്ടി ഇങ്ങോട്ട് കിടക്കുന്നു, ബസ് കിടക്കുന്നു, ഒരു കാറ് കിടക്കുന്നു. നമുക്കും പോകാൻ പറ്റുന്ന ഒരു ലക്ഷണം ഒന്നും കാണാനില്ല കേട്ടോ. എന്തുകൊണ്ടും ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. കണ്ടോ, ലോറി കിടക്കുന്നു. മൊത്തത്തിൽ ഡാമേജാണ്. നമ്മൾ എങ്ങനെ പോകും നോക്കിയിട്ട് രക്ഷയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കി ഒരു പരിപാടി നടക്കുന്ന കാര്യമില്ല കേട്ടോ. എന്തായാലും നമ്മൾ വണ്ടിയെടുത്ത് പോകുമ്പോൾ നമ്മളെ വണ്ടിയെ സ്ക്രാച്ച് ആവുന്ന ലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട്. ഇല്ലാത്ത പക്ഷം ആ കാറെങ്കിലും തട്ടും, ഇല്ലെങ്കിൽ നമ്മളെ വണ്ടി തട്ടും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നൊന്ന് നടന്നിട്ടേ നടക്കത്തുള്ളൂ. എന്താവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, അവൻ തന്നെ അവൻ്റെ വിശ്വാസത്തിൽ ഡ്രൈവ് ചെയ്ത് പോവാണ് കേട്ടോ. എന്തായാലും ചെറിയൊരു തട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തട്ടി, അത് സ്വാഭാവികമല്ലേ. നമ്മൾ അപ്പുറത്തെ വഴി കൂടെയാണ് പോകാനുള്ളത്. പക്ഷേ വണ്ടി കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഇപ്പുറത്തൂടെ കയറി ഇങ്ങനെ കയറി അങ്ങനെ കയറി നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. പോലീസ് വന്നു കഴിഞ്ഞാൽ ഇന്ന് പറ്റിയൊരു ഉറപ്പാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയാലേ പറ്റത്തുള്ളൂ.
നമുക്കങ്ങനെ പാട്ടൊക്കെ കേട്ട് പോയാലോ? ഞാൻ തന്നെ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം കേട്ടോ. അല്ലാതെ നമ്മൾ ബസ്സിൽ പാട്ടിട്ട് നോക്കിയാൽ നമ്മൾ വോക്കലൊക്കെ സെറ്റ് ചെയ്യാണ്ട് പ്ലാനിങ് ഇരിക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബസ്സിൽ കിടക്കാച്ചി പാട്ടിടാം. അതുവരെ ഞാൻ പാടിത്തന്ന എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും. നമുക്ക് എന്നാലും ഒരു പാട്ട് കേട്ട് പോയാലോ? ഇസ്രായേലിൻ നാഥനായി വാഴുമേ ദൈവം, സത്യജീവമാർഗമാണു ദൈവം. എൻ്റെ പാട്ട് കേട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കൂട്ടുകാരൻ പോണ പോക്ക് കണ്ടോ, അവൻ സ്പീഡിൽ കയറിയൊക്കെ അങ്ങ് പോവാണ് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ പാട്ട് പാടിയപ്പോൾ ചെറുക്കൻ്റെ ലെക്കൊക്കെ പോയെന്ന് തോന്നുന്നു. അതോ സൈഡിൽ കൂടെ നടന്നു പോകേണ്ട വഴി കൂടെയൊക്കെ അതോ വണ്ടി ഓടിച്ചോക്കൊക്കെ പോകണം. എന്ത് ദൈവമേ, എന്താവുമോ? ഇന്നെന്തോ ഭാഗ്യത്തിന് പോലീസൊന്നും ഇല്ല കേട്ടോ റോഡിൽ. അതുകൊണ്ട് അങ്ങ് പയ്യെ പോകുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്ത് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമ്മളെന്തായാലും ചെറിയൊരു ട്രിപ്പ് പോലെയാണ് നമ്മൾ ജസ്റ്റ് ഒരു റൈഡ് പോകുന്നത്. അപ്പോൾ കടകളൊക്കെ നോക്കി പയ്യെ സ്റ്റോപ്പ് ചെയ്തൊക്കെ പോയിട്ടും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ കട കാണില്ല, പെട്രോൾ അടിക്കാൻ നോക്കുമ്പോൾ പെട്രോൾ പമ്പ് കാണില്ല, ആശുപത്രിയിൽ പോകാൻ നോക്കുമ്പോൾ ആശുപത്രി കാണൂല. എന്തല്ലേ, എന്തുകൊണ്ടും അടിപൊളിയല്ലേ. എന്താ സിഗ്നലൊക്കെ കിടക്കുന്നു, നമ്മൾ സിഗ്നൽ നോക്കാതെ പോവുകയാണ് കേട്ടോ. നമ്മളായാലും എന്തൊക്കെയാവും ഏതൊക്കെയാവുന്നൊന്നും അറിയത്തില്ല. ഇന്നിനി വണ്ടി കൊണ്ട് ഒതുക്കി കിടുമ്പോൾ ലാസ്റ്റ് പെറ്റി വരുമ്പോൾ അറിയാം പെറ്റി വരുമോ ഇല്ലേ എന്തോ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു കട കണ്ടു കേട്ടോ. എന്തോ റാറ്റു മാട്ടെന്ന് പറയുന്ന ഒരു കടയാണ്. ലാസ്റ്റ് നമ്മൾ വണ്ടി ഒതുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഒതുക്കേണ്ട സ്ഥലമൊന്നുമില്ല. നടന്നു പോകേണ്ട സ്ഥലത്തൊക്കെ ഇടിച്ച് കയറ്റി തള്ളി. അതും വണ്ടി ഇടിച്ച് എല്ലാം ഇടിച്ച് അടിപൊളി. വണ്ടിയുടെ ഫ്രണ്ടെല്ലാം ഇടിച്ച് കേട്ടോ ഗൈസ്. ഒന്നും നോക്കാനില്ല ഇനിയിപ്പം. ഇവിടെ വണ്ടി ഒതുക്കിയിടാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും പോകുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. വല്ല കട കിട്ടി ഇല്ല. നല്ല നല്ല കടകളെല്ലാം ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മളെടുക്കുന്ന സൺഡേ ആണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇനി അതുകൊണ്ടാണോ ഓപ്പണിങ് അല്ലാത്തതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. സൺഡേ ആണെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ പോകാറുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകുന്നത് സൺഡേ. അപ്പോൾ സൺഡേ ഇനിയിപ്പോൾ കട അവധി ആയിരിക്കത്തുള്ളൂ. ഇപ്പോൾ ഇടിക്കുമായിരുന്നു കാർ. അടിപൊളി, എന്താ നല്ല പരിപാടി. അങ്ങനെ നമ്മൾ വീണ്ടും പോവാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നത്? ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ എന്താണ് ഒരു തിരക്ക്? ഇവിടെ ആക്സിഡൻ്റ് ആണോ? എവിടെ നോക്കിയാലും ഇപ്പോൾ ആക്സിഡൻ്റ് ആണല്ലോ. ഇല്ലല്ലേ, വണ്ടി സിഗ്നൽ ആയതുകൊണ്ടാണോ? എടാ കൂട്ടുകാരാ, വണ്ടി നിർത്തറ. എടാ അളിയാൻ നിർത്തറ. മുനീറെ കണ്ണ് ചിമ്മ. മുനീറെ വണ്ടി ചവിട്ടെ. എടാ അനുസരീരയുടെ അളി. അത്രേ ഉള്ളൂ. അളിയന്മാർ ഇങ്ങനെ ആയിരിക്കണം. അവൻ മഞ്ഞ ലൈറ്റ് ആയപ്പോഴത് എടുത്തോണ്ട് പോകണം. എനിക്ക് ഭയങ്കര പച്ചയായിട്ട് വേണം എടുത്തോണ്ട് പോവാൻ. നിനക്ക് ആരടാ ലൈസൻസ് തന്നെ? ദൈവമേ, ഇനി ഞാൻ വണ്ടി പഠിച്ച് വണ്ടി ലൈസൻസൊക്കെ എടുത്തിട്ട് ഓടിക്കുമ്പോൾ ഏത് അവസ്ഥയാവോ? അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ കട തേടിയാണ് പോകുന്നത്. ഒരു കടയും കാണാനില്ല ഇവിടെ. പക്ഷെ നോക്കിയപ്പോൾ അവിടെ ഒരു കട കാണുന്നുണ്ട്. വഴി വേറെ ഒന്ന് കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തൂടെ കയറി പോവാണ് കേട്ടോ. നമ്മൾ ഈ വഴി കറങ്ങി അവിടുത്തെ വളവ് വളഞ്ഞ് നമ്മൾ അങ്ങനെ പോയപ്പോൾ അവിടെ ഒരിടത്ത് വഴി കാണുന്നു. ഇത് ഏത് വഴിയടാ? പക്ഷേ നമ്മൾ അപ്പുറത്തോട്ട് വന്നെങ്കിലും ഈ റോഡിൽ നമുക്ക് എത്താൻ പറ്റും. കണ്ടോ റോഡ് കിടക്കുന്നേ. ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് അപ്പുറത്തെ കടയിൽ പോവാമേ. എന്തോന്ന് കിങ് സ്റ്റീക്ക് എന്ന് പറയുന്ന ഒരു കടയാണ്. നമുക്ക് അവിടെ പോയി ഫുഡ് അടിക്കാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി എൻ്റെ കൂട്ടുകാരൻ വെളിയിലിറങ്ങി കൈകെട്ടി നിൽക്കുകയാണ്. എന്തുണ്ടാ കൈകെട്ടിക്കതോ? കൈകെട്ടിക്കുന്ന എന്തിനു നേട്ടപ്പോൾ അപ്പോൾ ഓർന്നു. ഇപ്പോഴാണ് മനസ്സിലായ ഗൈസ്. വണ്ടി ഒതുക്കിയിട്ടല്ലേ, വണ്ടി വല്ലതും കുഴപ്പമുണ്ടോ, കറക്റ്റ് ഒതുങ്ങി കിടക്കുകയാണോ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ നോക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ അപ്പുറത്തൂടെ പോയി ഇപ്പുറത്തെ സൈഡ് വീണ്ടും നോക്കുകയാണ് കേട്ടോ. എന്താ വണ്ടിക്ക് നല്ല കെയറിങ് കൊടുക്കുന്ന നല്ലൊരു അളിയനാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരൻ. അപ്പം കറക്റ്റ് അവൻ പോകുന്നുണ്ട്. കറക്റ്റ് കണ്ടോ സീബ്ര ക്രോസിങ്ങിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ ചെയ്യാണ്ടേ? വണ്ടി വരുമ്പോൾ സീബ്ര ക്രോസിൽ വേണം നടക്കാൻ. ഇല്ലാത്ത വണ്ടിയുടെ ഇടയിൽ കൂടി ചാടിക്കൊടുക്കല്ലേ. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മൾ വീഡിയോ എടുക്കുന്നത് കാരണമാണ് നിങ്ങൾ നമ്മളെ കാണാത്ത കൂട്ടുകാരനെ മാത്രം കാണുന്നത് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഡോറില്ലാത്ത വഴി. ഇതുവഴി എവിടെ കൂടെ നമ്മൾ അപ്പുറത്ത് കയറുമെന്നാണ് ഇവർ പറയുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഗൈസ്. നിങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ അങ്ങോട്ടൊക്കെ പോയി നോക്കിയപ്പോൾ അങ്ങോട്ട് ഒരു കടയും ഇല്ല. ഡാൻസ് കളിക്കാതെ പോടാ അങ്ങോട്ട്. അത്രേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ ഒരു കടയും കണ്ടില്ല കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും തിരിച്ച് മറ്റടുത്ത് തന്നെ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇനി ഏതെങ്കിലും വഴി കാണുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല.
കടയുടെ പേര് വന്നിട്ട് കിങ് സ്റ്റീക്ക് എന്നാണ് കേട്ടോ. ഇതിൻ്റെ പുറത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കഴിക്കാനുള്ള സാധനത്തിൻ്റെയൊക്കെ പേര് സ്പെഷ്യലായിട്ടുള്ളതും, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ വെയിറ്റിംഗ് ആയിട്ട് നിൽപ്പുണ്ട്. ഞാനും അങ്ങനെ വീഡിയോ എടുത്ത് ഫുള്ളൊന്ന് റൗണ്ട് അടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.